പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവത്തിന്റെ വചനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. എന്നാൽ ഒന്നാം മനുഷ്യനായ ആദാം പാപം ചെയ്തവനല്ല. എന്നാൽ എപ്പോഴാണോ തൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നത്, ദൈവം ജനിപ്പിച്ചപ്പോൾ, ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാം പാപിയായിരുന്നില്ല. ആദാം ദൈവത്തിൽ വസിക്കുന്നവനായിരുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളവനായിരുന്നു, ദൈവ തേജസ്സിൽ നിറഞ്ഞവനായിരുന്നു. എന്നാൽ ആദാമ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്ത് എപ്പോഴാണോ അവൻ്റെ മേൽ പാപം കടക്കുവാനിടയായി, അവൻ്റെ മേൽ ശാപം കടക്കുവാനിടയായി, അവൻ്റെ മേൽ രോഗങ്ങൾ വരുവാൻ തുടങ്ങി, അവൻ കഷ്ടം അനുഭവിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇത്തരം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ എപ്പോഴാണോ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ കൃപയിലായിരിക്കുന്നത്, ആ ദൈവകൃപയിൽ നിങ്ങൾ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ പിന്മാറിപ്പോകുന്നത്, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടവും വേദനകളും ശാപങ്ങളും വരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ചേർന്ന് നിൽക്കുന്നതിന് അനുഗ്രഹവും, ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുന്നവന് ശാപമുണ്ടാവും. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെ നിറഞ്ഞു. അത്തിയില കൂട്ടി തുന്നി അരയാടെ ഉണ്ടാക്കും. നമുക്കിതറിയാം. നമ്മൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ എല്ലാം നിർമ്മിച്ചു. 6 ദിവസം ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിപ്പ് നടന്ന ശേഷം 7-ാം ദിവസം ഹല്ലേലൂയ ആദാമിനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദാമിൽ നോക്കുക, യഹോവയായ ദൈവം മഴ ഭൂമിയിൽ പെയ്ച്ചിരുന്നില്ല, നിലത്തുനിന്ന് വേല ചെയ്യുവാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 7 ദിവസവും എന്ത് ചെയ്യുക, ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം സ്വസ്ഥമായ സമയത്താണ് മനുഷ്യനെ ദൈവം നിർമ്മിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്ക് ജീവശ്വാസം മൂടി അവൻ ജീവനുള്ള ദേഹിയെ. നോക്കുക, ഒരു മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരണമെങ്കിൽ ദൈവത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ശ്വാസം അവനിൽ ഉണ്ടായാൽ മാത്രമേ ഒരു മനുഷ്യൻ ജീവന്റെ ജീവനുള്ള ദേഹിയായി മാറുകയുള്ളൂ. നോക്കുക, ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാണുവാൻ കഴിയുന്നു. ഒന്നാമത്തെ ക്രിയേഷൻ നടന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യാണ്. മനുഷ്യനെ ദൈവം എന്ത് സൃഷ്ടിച്ചു. സ്തോത്രം. അതിനുശേഷം ഏതൻ തോട്ടത്തിലെ അതിനകത്ത് മനുഷ്യനെ ദൈവം വസിച്ച് അവനോട് പറഞ്ഞു, നീ എന്ത് ഈ തോട്ടത്തിന്റെ കാക്കണം, അതിനെ നോക്കണം, വേല ചെയ്യണം. നിനക്കാണ് ഈ തോട്ടത്തിന്റെ സകല അധികാരവും. സ്തോത്രം. അതിനുശേഷം മനുഷ്യൻ ഏകനായിരിക്കും നല്ലെന്ന് മനസ്സിലാക്കിയ ദൈവം തനിക്ക് തക്ക തുണയെ ദൈവം ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു, ആദാമിന് ഗാഢനിദ്ര വരുത്തിയിട്ട് അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത് അതിന് പകരം എന്ത് മാംസം, എന്ന് വെച്ചാൽ മനുഷ്യന്റെ അകത്ത് നിന്ന് ഒരു വാരിയില ദൈവം എടുത്തിട്ട് അവിടെ ശൂന്യതയാക്കല്ല, പകരം എന്ത് ചെയ്യുക, അവിടെ മാംസം ദൈവം വെച്ച് പിടിച്ച ശേഷം ആ വാരിയില് സ്ത്രീയാക്കി. ദൈവത്തിന്റെ ആ സൃഷ്ടി നോക്ക് പ്രിയരെ, അസാധ്യമായ മണ്ഡലങ്ങളിൽ അതിനകത്തു തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. മനുഷ്യന്റെ അകത്ത് തന്നെ അവയിൽ നിന്ന് ഒരു അവയവം എടുത്തിട്ട് ആ അവയവത്തെ എന്ത് ചെയ്യുക, ഹല്ലേലൂയ, ആ അവയവത്തിൽ ഒന്ന് അതിനെ എടുത്തിട്ട് ശൂന്യത വരുമെന്ന് മനസ്സിലാക്കിയ ദൈവം മാംസം വെച്ച് പിടിപ്പിച്ചിട്ട് നോക്കുക, അവിടെ നിന്ന് വാരിയലും കൊണ്ട് എന്ത് ചെയ്യുക, സ്ത്രീയെ സൃഷ്ടിച്ചു. അങ്ങനെ ആദാമും ഹവ്വയും ഒന്ന് ചേർന്ന് വസിക്കുകയാണ്. ദൈവം എന്നിട്ട് പറയുന്നുണ്ട്, നന്മ തിന്മകളെ കുറിച്ച് അറിയാൻ ജീവന്റെ പ്രശ്നത്തിന്റെ ഫലം നിങ്ങൾ എന്ത് ചെയ്യുക, തിന്നുന്ന ആൾ നിങ്ങൾ എന്ത് മരിക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇതിനകത്തു നിന്ന് നിനക്ക് എല്ലാ ഫലങ്ങളും തിന്നാം, പക്ഷെ എന്ത് തിന്നരുത്, നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ആ വൃക്ഷത്തിനൊരു ഭംഗിയുണ്ട്. ആ വൃക്ഷം എന്ത് തിന്മാൻ നല്ലതാണ്, പക്ഷെ അവർ കഴിച്ചില്ല. പക്ഷെ തിന്നാൻ നല്ലതാണ്, കാണുവാൻ ഭംഗിയുള്ളതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതാണെന്ന് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്തു, ആ കൺമോഹത്താൽ എന്ത് ചെയ്തു, കണ്ണിലുള്ള കാഴ്ച നിമിത്തം എന്ത് ചെയ്തു, പറിച്ചു ചെയ്യുന്നു. നമുക്ക് പിന്നീട് കാണുവാൻ കഴിയും. ഒക്കെ ഇത് ഇങ്ങനെ കഴിച്ച ശേഷം ഇരുവരും കണ്ണു തുറന്നു. നമുക്ക് അത്രയും നേരം എന്ത് ചെയ്യാം, ദൈവത്തിന്റെ ആത്മാവിൽ വസിച്ചൊരു മനുഷ്യനായിരുന്നു അവര്. ദൈവത്തിന്റെ ആത്മാവിനായിട്ട്, അതുകൊണ്ട് അവരുടെ
നഗ്നത ഇന്ത്യയെ വെളിവായിരുന്നില്ല. കാരണം ദൈവ തേജസ് കൊണ്ട് അവരെ മറച്ചിരുന്നു. പക്ഷെ എപ്പോഴാണോ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാക്ക് ഇവർ ധിക്കരിച്ചത്, എപ്പോഴാണോ ഇവർ അനുസരണക്കേട് കാണിച്ചത്, അപ്പോൾ ദൈവത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ദൈവം തൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് മാറുവാനിടയായി. പകരം എന്ത് അവർ പൂർണ്ണ ജഡത്തിലായി തീർന്നു. പൂർണ്ണ ജഡത്തിന്റെ ഇഷ്ടം അവർ ചെയ്തപ്പോൾ ആ പഴം എന്ത് കാണുവാൻ നല്ലതാണ്, അപ്പൊ തിന്നാൻ കൊള്ളാമെന്ന് അവർക്ക് മനസ്സിലായി. അവൻ എടുത്ത് കഴിച്ചു. അല്ലെ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച മനുഷ്യൻ പാപികളായി തീർന്നു. പാപികളായ മനുഷ്യൻ ദൈവത്തിന്റെ വചനം പറയുന്നു, അശുദ്ധിയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, അശുദ്ധിയിൽ നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്, വിശുദ്ധിയിൽ വസിക്കും. അപ്പോൾ അനുസരണക്കേട് ചെയ്ത് ഇവരുടെ അകത്തേക്ക് പാപം കടന്നപ്പോൾ, പാപം ഹല്ലേലൂയ കടന്നപ്പോൾ എന്ത് ചെയ്യുക, വിശുദ്ധി നഷ്ടപ്പെടുവാനിടയായി. അവിടെ ചെയ്തിട്ട് അശുദ്ധി കടന്നു വരുവാനിടയായി. ഭാര്യ 20 നഗ്നനായി തോന്നിയപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് നാണം തോന്നി. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, സ്വയമായിട്ടൊരു ഇല കൊണ്ട് സ്വയമായിട്ട് വസ്ത്രം ഉണ്ടാക്കി അവരെന്ത് ചെയ്യുക, അവര് ധരിക്കുവാനിടയായി. ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവം പറഞ്ഞിരുന്നു, ഇത് തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നവരെ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ നാം നോക്കും. നമ്മൾ ഒരു കാലത്ത് പാപികളായിരുന്നു, ഒരു കാലത്ത് ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് നടന്നവരായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് എന്ത് ചെയ്യുക, അറക്കത്തക്കവരായിരുന്നു. മറ്റുള്ളവർ കൂടെ നിർത്തുവാൻ കഴിയാത്തവരായിരുന്നു. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, നിന്ദിക്കപ്പെട്ടവരായിരുന്നു. മറ്റുള്ളവർക്ക് നാം ഭാരമാവെന്ന് പറഞ്ഞവരാണ്. പക്ഷെ അവിടെ നിന്നാണ് ദൈവം നമ്മെ എന്ത് ചെയ്യുക, പുറത്തു കൊണ്ടുവന്നത്. നോക്കുക, പാപത്തിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ പാപത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധി നിൽക്കണമെങ്കിൽ പാപം മറയ്ക്കപ്പെട്ടവനായി ക്ഷമിക്കപ്പെട്ടവനായി എന്ത് ചെയ്യുക, നിൽക്കണം. പക്ഷെ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിട്ടും നാം എന്ത് ചെയ്തു, അത് മനസ്സിലാക്കാതെ പിന്നെയും ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. ദൈവത്തിന്റെ മകനായിരിക്കുമ്പോൾ തന്നെ ആദാം പാപം ചെയ്തു. നമുക്ക് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ നാം ഏതെങ്കിലും പാപം ചെയ്താൽ ഇവിടെ പറയുകയാണ്, നമ്മുടെ പ്രവൃത്തി നാം എന്താണോ അത് തെളിഞ്ഞു വരും. അത് നമുക്ക് എന്ത് ചെയ്യും, ലജ്ജയായിത്തീരും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിലാണോ ഇരിക്കുന്നത്? നമുക്ക് ആദാമിന്റെ ഹവ്വയുടെ നമുക്ക് കാര്യം ഉടനെ എപ്പോഴാണോ ഇവർ പാപം ചെയ്തത് അപ്പോൾ എന്ത് ചെയ്തു, എപ്പോഴാണോ ഇവർ അനുസരണക്കേട് കാണിച്ചു അപ്പോൾ ഇവരുടെ കണ്ണ് തുറന്നു നോക്കുക. ഇവരുടെ അകത്തെ കണ്ണ് അടഞ്ഞു. ഇവരുടെ ജഡ കണ്ണ് തുറക്കുവാനിടയായി. തുറന്ന ശേഷം അവരെന്ത് ചെയ്തു, നഗ്നരാണെന്ന് പറഞ്ഞു. നമുക്ക് കർത്താവിന്റെ കൃപ നമ്മെ വിട്ടുപോയാൽ, ദൈവം നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ നമ്മൾ വെറും മനുഷ്യരാണ്. നമ്മുടെ നഗ്നത എന്ത് ചെയ്യുക, വെളിവായും. അതെന്ത് ചെയ്യുക, നാണക്കേടായി മാറും. മറ്റുള്ള മുമ്പിൽ നാം അപമാനിക്കപ്പെടും, മറ്റുള്ള മുമ്പിൽ നാം നിന്ദിക്കപ്പെടും, മറ്റുള്ള മുമ്പിൽ നാം എന്ത് ചെയ്യുക, വെറുക്കപ്പെട്ടവരായി. എല്ലാവരും നമ്മെ തള്ളിക്കളയും. നോക്കൂ, ഇവിടെ ദൈവം ഇവിടെ ഇറങ്ങി വന്ന മനുഷ്യനെ ഏതൊന്ന് പുറത്താക്കി എന്നാ കാണുവാൻ കഴിയുന്നത്. പക്ഷെ അകത്തു കിടക്കേണ്ട മനുഷ്യൻ, അകത്തിരിക്കേണ്ട മനുഷ്യൻ, ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കേണ്ട മനുഷ്യൻ പാപം ചെയ്തതിന്റെ പരിണിത ഫലമായി ഏതൻ തോർന്ന് പുറത്തായി. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ പുറത്താകും. ഹല്ലേലൂയ. ഇനി ചില ആൾക്കാർ പറയേണ്ട പാപം എന്ന് പറയുന്നത് കൊലപാതകമാണ്, അല്ല പ്രിയപ്പെട്ടവരെ. ദൈവകൽപ്പനകളെ ലംഘിക്കുന്നതും ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം പാപമാണ്. നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിലാണോ ഇരിക്കുന്നത് എന്നീ ഇപ്പൊ ഈ ശൗലിന്റെ ദേഹത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പോയിട്ട് എന്ത് ചെയ്യുക, അശുദ്ധാത്മാവ് കടന്നു, അവൻ അറിയുന്നില്ല. പക്ഷെ അവന്റെ പ്രവൃത്തികളാലാണ് പിന്നെ അവന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഏതാണ് തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദൈവ തേജസ്സിനാൽ മറയ്ക്കപ്പെടും. പക്ഷെ ആദാം പാപം ചെയ്തു. ഹല്ലേലൂയ. ആദാം തിന്നരുന്ന് പറഞ്ഞ ആ ഫലം തിന്നുന്ന ആളെന്ത് ചെയ്യുക, അവര് മരിച്ചു. അവരുടെ അകത്തെ ആത്മാവ് മരിച്ചു. സ്തോത്രം. അകത്ത് അവര് മരിച്ചു. ദൈവം എന്ത് ചെയ്തു, എന്നിട്ട് ഇവരെന്ത് ചെയ്യുക, നമുക്ക് നഗ്നരാണ്, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ അവർക്ക് കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു, ഓടി ഒളിച്ചു. എവിടെയാ, മരത്തിന്റെ പുറകിൽ അവർ ഓടി ഒളിച്ചു. പിന്നാണ് ദൈവം വന്ന് ആദാമേ നീ എവിടെയാണ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് നാണമാ, എന്താ പാപം ചെയ്തു പോയി. ഹല്ലേലൂയ. ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യാ, ദൈവസന്നിധി തന്നെ കടന്നു വരാൻ കഴിയാതെ പാപബോധത്തിൽ അവരായിരിക്കുന്നു. പ്രിയപ്പെട്ട ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ അവസ്ഥയിലാണ്, ആദാമിനെ ദൈവം തള്ളിക്കളഞ്ഞു, കർത്താവേ സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടങ്ങളില്
ആദാമിനെ പോലെ ദൈവം തള്ളിക്കളയും. നിങ്ങൾക്ക് മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം ഇത് തള്ളിക്കളയുകയില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് പാപികളെ വിടുവിക്കാൻ വേണ്ടിയാണ്. ഞാൻ പാപം കാണുന്ന ദിവസം സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പാപത്തിലാണ് ജീവിക്കുന്നത്. കർത്താവ് ഞാൻ ചെയ്തു പോയി, എനിക്ക് മടങ്ങി വരുവാൻ ഞാൻ എനിക്ക് നോക്കാം. നീ ആദാമിനോട് ദൈവം ചോദിച്ചു, ഞാൻ തിന്നരുന്ന് പറഞ്ഞ ഭക്ഷണം നീ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ ആദാം ആദ്യം പറഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നീ തന്ന സ്ത്രീ കഴിച്ചെന്ന്. പകരം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് സമ്മതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ആദാം ഏതും തൊട്ട് നിന്നേനെ, ദൈവം ക്ഷമിച്ചേനെ. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധി നമ്മൾ ഏറ്റു പറയുക. നമ്മൾ തന്നെത്താൻ ഉയർത്തുന്നവരാകരുത്. തന്നെത്താൻ താഴ്ത്താൻ തയ്യാറായാൽ ദൈവം ഒന്ന് ഉയർത്തുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശോധിക്കണം. ഈ കാലഘട്ടം നാം പരിശോധിക്കണം. ഹല്ലേലൂയ. ആദാമിനെ പോലെ സ്വയം ന്യായീകരിക്കുന്നവരായി തീരരുത്. ദൈവസന്നിധി ഏറ്റു പറയാൻ തയ്യാറായാൽ നിശ്ചയമായ ദൈവം നോക്കുക. അതിനുശേഷം ആദാമിനെ ഹവ്വായി എന്ത് ചെയ്യുക? ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ പിന്നെയും ജീവിച്ചു. തിരുവചനം ശരിയാണ് പറയുന്നുണ്ട്. പക്ഷെ അവൻ എങ്ങനെ ജീവിച്ചു? അവൻ ശാപത്തിൽ ജീവിച്ചു. സോ ഇന്ന് അനേകർ നമുക്ക് കാണുവാൻ കഴിയും ദൈവവചനത്തിന്റെ കൽപ്പനകളെ മറുത്ത് ദൈവ ഇഷ്ടത്തിന് വിരോധമായി ഇന്ന് അനേകർ ഇന്ന് ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാ? അവര് ജീവിക്കുന്നെങ്കിലും അവര് ദൈവത്തിന്റെ ആത്മാവിലാണോ ജീവിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ട ആവശ്യമാണ്. ശാപിക്കപ്പെട്ടവന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ശാപഗ്രസ്തരായി തീരരുത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക? അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായിരിക്കാൻ അനുഗ്രഹിപ്പേനെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെടണം. എന്ത് ചെയ്യുക? ഇന്ന് നിങ്ങൾ ഈ പകൽക്കാലം നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ശാപത്തിലാണോ അനുഗ്രഹത്തിലാണോ? ഞാൻ ശാപത്തിലാണെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങളുടെ ശാപങ്ങളെ കർത്താവ് മാറ്റും, നിങ്ങളുടെ രോഗങ്ങളെ കർത്താവ് മാറ്റും, നിങ്ങളെ കർത്താവ് വിടുവിക്കും, നിങ്ങളെ ദൈവം സൗഖ്യമാക്കും. അത് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയി ആദാമിനാൽ ഈ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു പോയ സകല മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തിലേക്ക്, നിത്യത ജീവനിലേക്ക് ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ ദൈവം തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? കർത്താവിനെ അനുസരിക്കാൻ ദൈവ കൽപ്പനകളിലേക്ക് തിരിഞ്ഞു വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കാനിടയാകട്ടെ. ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേൻ.